ഹായ് കൂട്ടുകാരെ, അപ്പൊ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വീട്ടൂർ പാർക്കിലാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വരുവാണ്. അത് കാരണം നമ്മൾ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാം. വാ. ഇപ്പൊ കൂട്ടുകാരെ, ഞാൻ ആദ്യം തന്നെ കയറി ചെന്ന ഞങ്ങളുടെ എക്സസൈസിങ്ങിന്റെ സ്ഥലത്തേക്ക്. അവിടെ ഞാൻ മറ്റേ കാണുന്ന നേരത്തിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ടൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ കറങ്ങി അങ്ങ് പോകുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ നിറച്ചും ഇങ്ങനെ സ്ലൈഡും ഊഞ്ഞാലും ബാസ്കറ്റ് ബോള്, ഷട്ടിൽ ബാറ്റ്, ഫുട്ബോള്, പിന്നെ മറ്റേ തൂങ്ങി പിടിച്ച് ചെയ്യുന്ന സാധനം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒരു വൈകുന്നേരം സമയം ഒരു 3 മണി തൊട്ട് 6 മണി വരെ ഈ ഒരു പാർക്ക് ഓപ്പണിംഗ് ആയിരിക്കും. 6 മണിക്ക് ഇവർ ക്ലോസ് ചെയ്യും കേട്ടോ. പിന്നെ തേജാവ് അവിടെ ഇവിടെ ഓടി നടന്ന് എവിടെ കയറണം ഇവിടെ കയറണോ എന്നും പറഞ്ഞ് നടക്കുവാണ്. അപ്പോഴത്തേക്ക് ഞാൻ വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ലൈഡിൽ കയറി. ആ സ്ലൈഡ് നല്ല രസമായിരുന്നു. ആ സാധനം ഇല്ല കറങ്ങണേ. ഇനി നിങ്ങൾ തേജ് പറയണേ കേട്ടോ. ഒത്തിരി പാവപ്പെടുത്ത ഒത്തിരി കളിച്ച കൂട്ടുകാരെ കൂടെ കളിക്കാൻ പോവാ. അപ്പൊ അവൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങള്. ഇവിടെ കളിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കുറെ കൂട്ടുകാരെയൊക്കെ കിട്ടി. ഇപ്പൊ അതേ തേജുക്കുട്ട ഓർഡർ നോക്കി ചീറിപ്പാഞ്ഞോ, അയ്യോ അങ്ങോട്ടല്ല വഴി തെറ്റിയെന്ന് പറഞ്ഞത് പിന്നെ ഓടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ തൂങ്ങി അപ്പുറത്തേക്കുള്ള സാധനമില്ലേ അതിൽ കയറിയായിരുന്നു. പിന്നെ തപ്പ തേജുക്കുട്ടനെ കൊണ്ട് അതിൽ കയറ്റി. ഞാനത് കംപ്ലീറ്റ് ചെയ്തത് എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം ഇതുവരെ ഞാൻ ആ സാധനം കംപ്ലീറ്റ് ചെയ്തല്ല. അപ്പൊ അതേ കംപ്ലീറ്റ് ചെയ്യാറായി എന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ഉറപ്പോട് കൂടി ഞാൻ കയറിയതാണ്. അവസാനം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആദ്യമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്ത് രസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത റൈഡിൽ കയറി. ഇതെന്ന് പറഞ്ഞ ഒരു ഗുഹയുടെ അകത്തേക്ക് കൂടെ ഇറങ്ങി വന്നതാ. അത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ തേജിക്കുട്ടൻ അപ്പയുടെ കൈ പിടിച്ച അങ്ങോട്ട് പോവാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ആ സ്ലൈഡിലുണ്ട് പറഞ്ഞേ. ആ സ്ലൈഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം ഞങ്ങൾ ആ സ്ലൈഡിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ചു നേരം. അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ആ സ്ലൈഡിൽ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ ഒരു ജിറാഫിന്റെ സ്ലൈഡിൽ തേജാക്കി കയറണമെന്നും പറഞ്ഞ് അതിൽ കയറി. പിന്നെ വേറെ എവിടെയാ ഗുഹയിലും കയറി ഞങ്ങള് കളിച്ചു. ഇതാണ് ഈ ഒരു പാർക്കിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട്. ഫുട്ബോൾ കളിക്കാം, ബാസ്കറ്റ് ബോൾ കളിക്കാം, ഷട്ടിൽ കളിക്കാം. ഇവിടെ ഷട്ടിൽ ബാറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഷട്ടിൽ ബാറ്റും കോർക്കും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ നിർദ്ദേശങ്ങളുണ്ട്. 12 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് പാർക്ക്. 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പറ്റില്ല. ഞാനും തേജും കൂടെ സീസോയിൽ കയറി കളിക്കുക കേട്ടോ. ഞാൻ അവനോട് തെറിപ്പിച്ചു വിടട്ടേന്നൊക്കെ ചോദിച്ചതാ. അന്നേരം അമ്മ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ഈ തടിയിൽ ഞാൻ കയറിയില്ല, തേജാവേ കയറിയ. പക്ഷെ കറക്റ്റ് തടി വെച്ചൊന്നുമല്ല, പ്ലാസ്റ്റിക് ഒക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ആ ക്ലൈംബ് ചെയ്യണ സാധനത്തിൽ കയറി. അത് ഞാൻ അപ്പുറത്തെ കൂടെ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കിയതാ. പക്ഷെ ഇറങ്ങാൻ വേണ്ടി അവിടെ ഒരു ഇതില്ല. അത് കാരണം ഞാൻ തിരിച്ച് ഇതുവഴി തന്നെ ഇറങ്ങി. പിന്നെ നിങ്ങൾ കണ്ടോ കുറച്ചെൻ്റെ സാഹസ പ്രകടനം കണ്ടോ. അവർ കയറിന്ന് അപ്പുറത്തെ കയറലായിട്ട് ചാടി കയറി. പിന്നെ ഞങ്ങൾ ഈ കറങ്ങുന്ന സാധനത്തിൽ കയറിട്ടോ. എന്നിട്ട് ഞങ്ങള് അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ തന്നെ കയറി. എന്നിട്ട് വീണ്ടും എൻ്റെ സാഹസ പ്രകടനം. ഞാൻ ഇതൊക്കെ ഞാൻ വീണു. പിന്നെ കാലിലെത്തിയത് കാരണം കുഴപ്പമില്ല, വീണൊന്നും ആരും അറിഞ്ഞില്ല. പിന്നെ ഞാൻ പുലിയുടെ പുറത്ത് കയറി. എൻ്റെ ധൈര്യമേ പുലിപ്പുറത്തൊക്കെ എന്ത് ചെയ്യാനാ. പിന്നെ ഞങ്ങൾ പുലിയുടെ പുറത്ത് കയറി. എന്നിട്ട് തേജാവനെ കയറ്റണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോ ഉണ്ടാവല്ലോ ഒരു അടിപൊളി ഏർവാടം, മറ്റേ ട്രീ ഹൗസ് ഇല്ലേ അത്. പിന്നെ ഞങ്ങൾ അതിൽ കയറി. തേജാവയുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ താഴേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് നോക്കിയാൽ ആ പാർക്ക് ഫുള്ള് വിശദമായിട്ട് കാണാം. എന്തൊക്കെ സാധനമുണ്ട്, എവിടെയൊക്കെ കയറാന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമേ ഓടിച്ചാടി താഴേക്ക് ഇറങ്ങി. പിന്നെ അമ്മയാണ് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പേടിച്ച് നിന്ന്. പിന്നെ തേജാവ അങ്ങോട്ടും ഇങ്ങോട്ടും ആനയുടെ പുറത്ത് കറങ്ങും കേട്ടോ. പിന്നെ അടുത്തത് അപ്പയുടെ കൈയുടെ എക്സസൈസ്. അപ്പൊ കൂട്ടുകാരെ, ഇതായിരുന്നു ഇവിടുത്തെ പാർക്ക്. ഞാനതായത് നല്ലോണം എൻജോയ് ചെയ്തു.
ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് എക്സസൈസിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാറായുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഈ വൈൻഡപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ വന്നേക്കണേന്നല്ലേ? ഇവിടെ കുറേ കുളങ്ങളും അതേപോലെ തന്നെ ഇവിടെ ബട്ടർഫ്ലൈസിന്റെ സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ബട്ടർഫ്ലൈനെ പോലും കണ്ടില്ല. ശരിക്കും പറഞ്ഞ ഇവിടെ ബട്ടർഫ്ലൈസ് ഒന്നും ഇരിക്കണതാണ്, പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരെണ്ണം പോലും കണ്ടില്ല. പിന്നെ തേജാവയ്ക്ക് കാനേനെ തുറന്നു പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും 3 to 6 ഈ പാർക്കിന്റെ ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും. അപ്പോൾ നിങ്ങൾക്ക് പറ്റണ പോലെ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാം.